ഞാനിവിടെ ഷെയർ ചെയ്യാൻ പോകുന്ന 8 സ്റ്റോക്കുകളിൽ ഏതെങ്കിലും ഒരു സ്റ്റോക്ക് നിങ്ങൾ ബൈ ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ആ സ്റ്റോക്കിനെ കുറിച്ചിട്ട് ഞാൻ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും കേൾക്കണം എന്നുള്ളത് ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ്. അതിന് കാരണം ഞാൻ 8 സ്റ്റോക്കുകൾ ഇവിടെ ഷെയർ ചെയ്യുന്നുണ്ട്. പക്ഷെ അതിൽ 8 സ്റ്റോക്കുകളും ഒരുപോലെയുള്ള സ്റ്റോക്കുകളല്ല. അതായത് ചില സ്റ്റോക്കുകൾ കുറച്ച് റിസ്കി ആയിട്ടുള്ള സ്റ്റോക്കുകളുണ്ട്, ചില സ്റ്റോക്കുകൾ അത്ര റിസ്കി അല്ലാത്തതും, ചില സ്റ്റോക്കുകൾ സേഫ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ ഉണ്ടാവാം. അപ്പോൾ നിങ്ങൾക്ക് തോന്നിയേക്കാം ഞാൻ എന്തിനാണ് ഈ റിസ്ക് ഉള്ള സ്റ്റോക്കുകൾ ഷെയർ ചെയ്യുന്നത് എന്നുള്ളത്. പക്ഷേ ചില ആളുകൾക്ക് കുറച്ച് റിസ്ക് ഉള്ള സ്റ്റോക്കുകളാണെങ്കിലും വലിയ റിട്ടേൺസ് കിട്ടണം എന്നുള്ളതായിരിക്കും ആഗ്രഹിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് റിസ്കി ആയിട്ടുള്ള സ്റ്റോക്കുകൾ ഞാൻ ഷെയർ ചെയ്യുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഇത്തരത്തിലുള്ള റിസ്കി ആയിട്ടുള്ള സ്റ്റോക്കുകൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് വളരെ ചെറിയ ടൈം പീരീഡിൽ വലിയ റിട്ടേൺസ് കിട്ടാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ റിസ്കി ആയിട്ടുള്ള സ്റ്റോക്കുകൾ ഷെയർ ചെയ്യുന്നത്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ഈ 3 സ്റ്റോക്കും നിങ്ങൾക്ക് എടുക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല. പക്ഷേ കൂടുതൽ ഫണ്ട് സേഫ് ആയിട്ടുള്ള സ്റ്റോക്കിലും കുറച്ച് ഫണ്ട് റിസ്കി ആയിട്ടുള്ള സ്റ്റോക്കുകളിലേക്കും മാറ്റുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പം ഞാൻ ഇവിടെ ഷെയർ ചെയ്യുന്ന 8 സ്റ്റോക്കുകളിൽ ഏതൊക്കെ സ്റ്റോക്കാണ് റിസ്കി ആയിട്ടുള്ളത്, ഏതൊക്കെ സ്റ്റോക്കിൽ ഞാൻ എത്ര സ്റ്റോപ്പ് ലോസ് പറയുന്നുണ്ട്, എത്ര ടാർഗറ്റ് പറയുന്നുണ്ട്, എന്തൊക്കെ കാര്യങ്ങൾ അതിനെക്കുറിച്ച് പറയുന്നുണ്ട് എന്ന് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് വേണം നിങ്ങളെ ട്രേഡ് എടുക്കാൻ വേണ്ടിയിട്ട്. അതല്ലാതെ ഞാൻ ചിലപ്പോൾ 30%, 40%, ഈവൻ 50% ഒക്കെ ടാർഗറ്റ് പറഞ്ഞിട്ടുള്ള സ്റ്റോക്കുകൾ എടുത്തിട്ട് നിങ്ങളുടെ ഫണ്ട് മുഴുവൻ വലിയ ഫണ്ട് അതിലേക്ക് മാറ്റിയിട്ട് വലിയ ലോസുകൾ വന്നു കഴിഞ്ഞാൽ അത് വളരെയധികം പ്രശ്നമാവാനുള്ള ചാൻസ് ഉണ്ട്. ഞാൻ മുൻപ് ഷെയർ ചെയ്ത പല സ്റ്റോക്കുകളും റിസ്കി ആയിട്ടുള്ള സ്റ്റോക്കുകളാണ് ഞാൻ പറയാറുണ്ടായിരുന്നു. പക്ഷേ പല ആളുകളും ആ റിസ്കി ആയിട്ടുള്ള സ്റ്റോക്കുകൾ മാത്രം എടുത്ത ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ വലിയ നഷ്ടം വരാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നതിൽ സേഫ് ആയിട്ടുള്ള സ്റ്റോക്കും വലിയ കുഴപ്പമില്ലാത്ത മീൻസ് ഒരു മീഡിയം ലെവലിലുള്ള സ്റ്റോക്കും അതുപോലെ തന്നെ റിസ്കി ആയിട്ടുള്ള സ്റ്റോക്കുകൾ ഉണ്ടാവും. അപ്പോൾ റിസ്കി ആയിട്ടുള്ള സ്റ്റോക്കുകൾ ഞാൻ അതിൻ്റെ കൂടെ പറയാറുണ്ട്. അതെടുക്കുന്ന സമയത്ത് സൂക്ഷിക്കണം. നിങ്ങളുടെ ക്യാപിറ്റലിൻ്റെ ചെറിയ പെർസെൻറ്റേജ് അലൊക്കേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള സ്റ്റോക്കുകൾ ഷെയർ ചെയ്യുന്നത് വലിയ റിട്ടേൺസ് എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ടാണ്. നിങ്ങൾക്ക് ചെറിയ രീതിയിലൊക്കെ ട്രേഡ് ചെയ്ത് ചെറിയ പ്രോഫിറ്റ് ഒക്കെ എടുത്ത് പോകാനുള്ള പ്ലാൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സേഫ് ആയിട്ടുള്ളത് മാത്രം സെലക്ട് ചെയ്യുക. ഇനി ഇതിൻ്റെ കൂടെ വരും ദിവസങ്ങളിൽ എന്തെങ്കിലും ന്യൂസോ അല്ലെങ്കിൽ എന്തെങ്കിലും റിസൾട്ട് പോലുള്ള എന്തെങ്കിലും ഇവൻറ്റുകളൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ ഞാൻ നമ്മുടെ ടെലിഗ്രാം ചാനലായിരിക്കും ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ടെലിഗ്രാം ചാനലും നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തുക. കാരണം ബാക്കിയുള്ള എന്തെങ്കിലും നിങ്ങൾ ഈ ട്രേഡ് എടുക്കുന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യുമെന്ന് ഉറപ്പ് വരുത്തുക. കാരണം അതിലാണ് ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ കൊടുക്കുന്നത്. സോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, നമ്മുടെ ആദ്യത്തെ സ്റ്റോക്ക് HSK എന്ന് പറയുന്ന സ്റ്റോക്കാണ്. HSK എന്ന് പറയുന്ന സ്റ്റോക്ക് എന്തുകൊണ്ട് ബുള്ളിഷാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിലൊരു റീസൺ എന്ന് പറയുന്നത്, ഇപ്പം ഞാനിവിടെ വരച്ചിട്ടുള്ള ഈ ഒരു ലൈൻ ഉണ്ടല്ലോ, ഇത് ഒരു ലോങ് ടേം റെസിസ്റ്റൻസ് ആണ്. ഓൾമോസ്റ്റ് 2021 മുതലുണ്ടായിരുന്ന ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുന്ന, അല്ലെങ്കിൽ ആ ഒരു ദിവസം ആ ഒരു കാലം മുതലുണ്ടായിരുന്ന ഒരു റെസിസ്റ്റൻസ് ആണ്. ഇപ്പോൾ ഇവിടെ നമുക്ക് സെല്ലിംഗ് ഉണ്ടായിരുന്നു, ഇവിടെ സെല്ലിംഗ് ഉണ്ടായിരുന്നു. ആ ഒരു റെസിസ്റ്റൻസ് 2024 ബ്രേക്ക് ആവുന്നത്. ഇപ്പോൾ അവിടെ നോക്കിക്കഴിഞ്ഞാൽ 2022 സ്റ്റാർട്ട് ചെയ്യുമ്പോഴൊക്കെ ഡൗൺ ട്രെൻഡിൽ ഉണ്ടായിരുന്ന സ്റ്റോക്കാണ്. ഈ ഒരു പോയിന്റിൽ ഇപ്പം കുറേ കാലത്തിന് ശേഷം 2024 ഈ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുന്നു എന്നുള്ളതൊന്ന്. രണ്ടാമത്തെ കാര്യം, ഈ 2021 ജൂലൈ മുതൽ ഈ സ്റ്റോക്ക് ഒരു ഡൗൺ ട്രെൻഡിലേക്ക് പോയിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. ഡൗൺ സൈഡിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഓൾമോസ്റ്റ് 78 രൂപ വരെ ഈ സ്റ്റോക്ക് പോയി. അതായത് 187 78 രൂപ വരെ പോയി. പിന്നീട് ഉണ്ടായ ഇതിൻ്റെ ഒരു റിവേഴ്സൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, പിന്നെ ഉണ്ടാകുന്ന റിവേഴ്സൽ നോക്കുകയാണെങ്കിൽ സ്റ്റോക്ക് അപ്പ് സൈഡിലേക്ക് ഹയർ ഹൈ ഫോർമേഷനിൽ, വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഹയർ ഹൈ ഫോർമേഷനിൽ അങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഇപ്പം ഏറ്റവും അവസാനത്തെ ഈ ഒരു മൂവ്മെൻറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്യാൻഡിൽ, അതായത് ഇതാണ് നമ്മുടെ മെയിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇതാണ് ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തിട്ടുള്ളത് ഒരു ഗ്യാപ്പ് അപ്പ് ക്യാൻഡിൽ വെച്ചിട്ട്. ആ ഒരു ഒരുപാട് കാലത്തെ ലോങ് ടേം റെസിസ്റ്റൻസ് ഇവിടുന്ന് ബ്രേക്ക് ചെയ്യുന്നത് ഒരു ഗ്യാപ്പ് അപ്പ് ക്യാൻഡിൽ വെച്ചിട്ട് ബിഗ് വോളിയത്തിലാണ്. അതിനുശേഷം ഞാൻ എക്സ്പെക്ട് ചെയ്തത്, ഈ ഒരു ബ്രേക്ക് ഔട്ട് നടന്നപ്പോൾ ഞാൻ എക്സ്പെക്ട് ചെയ്തത് ഓക്കെ ഗ്യാപ്പ് അപ്പിലാണ് ബ്രേക്ക് ഔട്ട് നടന്നിട്ടുള്ളത്, അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ ഒരുപാട് കാലത്ത് ശേഷമുള്ള ഇതാണെന്നുണ്ടെങ്കിൽ ഗ്യാപ്പ് അപ്പിലാണ് അത്യാവശ്യം നല്ല മൂവ്മെൻറ്റ് നടന്നിട്ടുണ്ട്, വലിയ ബിഗ് പ്രൈസ് മൂവ്മെൻറ്റ് നടന്നിട്ടുണ്ട്. അപ്പം ഓൾമോസ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അന്ന് ഓൾമോസ്റ്റ് 14 to 20% അടുത്ത് അപ്പ് മൂവ്മെൻറ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ അത്രയും വലിയൊരു മൂവ്മെൻറ്റ് വരുമ്പോൾ പിറ്റേ ദിവസം ഫോൾ ആവാൻ ഒരു പോസിബിലിറ്റി ഉണ്ട്. പ്രത്യേകിച്ച് മിഡ് ക്യാപ്പ് കംപ്ലീറ്റ് ഫോൾ ആയ, അല്ലെങ്കിൽ മൊത്തത്തിൽ മാർക്കറ്റിൽ പ്രശ്നം ഉണ്ടായിരുന്ന ആ ഒരു ദിവസമാണ് ഈ ഒരു ക്യാൻഡിൽ. ഏറ്റവും അവസാനത്തെ ദിവസം ആണ് ഇത്. അന്ന് നമ്മൾ നോക്കുന്നുണ്ടെങ്കിൽ, അന്നത്തെ ഒരു പ്രൈസ് ആക്ഷൻ ഒന്നും കൂടെ ക്ലിയർ ആയിട്ട് നോക്കുകയെന്നുണ്ടെങ്കിൽ, അന്ന് ഈ പറഞ്ഞ പോലെ തന്നെ അന്നും ഈ വളരെ നല്ലൊരു ക്യാൻഡിൽ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ട് ഒരുപാട് നേരം കൺസോൾട്ടേറ്റ് ചെയ്തു. മാർക്കറ്റ് മോശം മാർക്കറ്റ് ആയതുകൊണ്ട് ഒരുപാട് നേരം കൺസോൾട്ടേറ്റ് ചെയ്തു. പക്ഷേ വീണ്ടും ആഫ്റ്റർനൂണൊക്കെ ആയപ്പോഴേക്ക് അപ്പ് ട്രെൻഡിലേക്ക് തന്നെ പോവുകയാണ് ചെയ്തത്. അതായത് ഈ സ്റ്റോക്ക് ഒരു വീക്ക്നെസ് സമയത്ത് പോലും നല്ല പെർഫോമൻസ് കാണിച്ചു എന്നുള്ളതാണ്. ഈ ഓൾ ടൈം ഹൈ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ഈ സ്റ്റോക്ക്
നല്ല രീതിയിലൊരു പെർഫോമൻസ് കാണിച്ചു എന്നുള്ളതാണ് ഈ സ്റ്റോക്ക് സെലക്ട് ചെയ്യാനുള്ള ഒരു റീസൺ എന്ന് പറയുന്നത്. അങ്ങനെ മൊത്തത്തിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റേജിലാണ് നിൽക്കുന്നത്. ഒരുപാട് കാലത്തെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തു. ഇവിടെയൊക്കെ നമുക്ക് ഡോജ് ഉണ്ടായിരുന്നു, ആ ഡോജ് ഒക്കെ ബ്രേക്ക് ചെയ്ത് പോരാത്തതിന് രണ്ട് നല്ല സ്ട്രോങ് ക്യാൻഡിലാണ് ഈ സ്റ്റോക്ക് ഇപ്പോൾ കറൻ്റ് നിൽക്കുന്നത്. അപ്പോൾ ഇതിലിനി നമുക്ക് ഇവിടെ ട്രേഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റോപ്പ് ലോസ് എത്ര വരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ക്യാൻഡിലിൻ്റെ താഴെയാണ് വരുന്നത്. ഓൾമോസ്റ്റ് 12% നമുക്ക് ഇതിൽ സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടതുണ്ട്. പക്ഷേ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഒരു 10% വെക്കാൻ കഴിയുള്ളൂ, അല്ലെങ്കിൽ അത്ര റിസ്ക് എടുക്കാനേ കഴിയുള്ളൂ എന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. അത്ര മോശം ഒരു സ്റ്റോപ്പ് ലോസ് അല്ല 10% എന്ന് പറയുന്നത്. 10 to 12% അടുത്ത് സ്റ്റോപ്പ് ലോസ് വെക്കാം. അതുപോലെ തന്നെ ടാർഗറ്റ് ഓൾമോസ്റ്റ് അതിൻ്റെ ഡബിളായിട്ട് ടാർഗറ്റ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അതിലും വലിയ ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. പക്ഷേ മിനിമം നമുക്കൊരു 25% ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റോക്കാണ് HSK എന്ന് പറയുന്ന സ്റ്റോക്ക്. ഇത് റിസ്ക് എത്രത്തോളം റിസ്ക് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പാരിറ്റീവ്ലി റിസ്ക് കുറഞ്ഞ ഒരു സ്റ്റോക്കാണ്. ഇത് ഞാൻ ഷെയർ ചെയ്യുന്ന സ്റ്റോക്കുകളിൽ റിസ്ക് കുറവുള്ള സ്റ്റോക്കാണ് HSK എന്ന് പറയുന്ന സ്റ്റോക്ക്. സോ ഇനി നമുക്ക് രണ്ടാമത്തെ സ്റ്റോക്കിലേക്ക് പോകാം. രണ്ടാമത്തെ സ്റ്റോക്ക് BDL എന്ന് പറയുന്ന സ്റ്റോക്കാണ്. ഈ സ്റ്റോക്ക് മെയിനായിട്ട് അട്രാക്റ്റ് ചെയ്യാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത്, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ഡോജി ഉണ്ടോ, ഇത്തരത്തിലുള്ള ഡോജി ഫോം ചെയ്ത് കഴിഞ്ഞാൽ അതിന് ശേഷം രണ്ടാമത്തെ ഒരു ഡോജി ഉണ്ട്, 3 ഡോജി ഉണ്ട്. അതായത് ഈ ഒരു എന്താ പറയുക, ഈ ഒരു പ്രൈസ് റേഞ്ചിൽ, അതായത് 1816 to 1755 എന്ന് പറയുന്ന പ്രൈസ് റേഞ്ചിൽ മുൻപ് ഒരുപാട് പ്രാവശ്യം പ്രൈസ് റിജക്റ്റ് ചെയ്തതാണ്. നല്ല വോളിയത്തിൽ തന്നെയാണ് റിജക്റ്റും ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല വോളിയം ബിൽഡപ്പിൽ റിജക്റ്റ് ചെയ്ത പ്രൈസ് ആയിരുന്നു ഈ ഒരു പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത്. പക്ഷെ അത് ഇപ്പോൾ റീസെൻ്റ്ലി അത് വളരെ നല്ലൊരു ബിഗ് ക്യാൻഡിൽ വെച്ചിട്ട് ബ്രേക്ക് ചെയ്തിട്ടുണ്ട് വിത്ത് വോളിയം. അതിനും കൂടുതൽ വലിയ ബിഗ് വോളിയം വെച്ചിട്ട് ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തു. അതായത് ആ ഒരു ഡോജി ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ ആ ഡോജി ഫോർമേഷൻ നടന്നിട്ടുണ്ടായിരുന്ന ആ ഒരു റെസിസ്റ്റൻസ് ലെവല് ബ്രേക്ക് ചെയ്തു എന്നുള്ളതാണ് ഒന്നാമത്തെ റീസൺ എന്ന് പറയുന്നത്. പിന്നെ സ്വാഭാവികമായിട്ടും ഫ്രൈഡേ ഒരു സെല്ലിംഗ് ആയതുകൊണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ഒരു റെഡ് ക്യാൻഡിൽ വന്നിട്ടുണ്ട്. എങ്കിലും സ്റ്റിൽ ഈ ഒരു ഡോജി ഫോർമേഷൻ നടന്ന ആ ഒരു ഏരിയ റെസിസ്റ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ താഴോട്ട് ഈ സ്റ്റോക്ക് പോയിട്ടില്ല. അപ്പം ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് ഇനിയിപ്പോൾ നാളെ ഓപ്പൺ ചെയ്യുന്നത് ഗ്യാപ്പ് ഡൗൺ ഒക്കെ ആയിട്ടാണ്, ഈ ഒരു ഏരിയയുടെ താഴേക്ക് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അപ്പോൾ എൻട്രി എടുക്കണ്ട. നിങ്ങൾ എൻട്രി എടുക്കേണ്ടത് ഈ 1832 മുകളിൽ ട്രേഡ് ചെയ്യുമ്പോഴാണ്. അതായത് ഇൻ കേസ് നാളെ താഴെ ഓപ്പൺ ചെയ്തു എന്നിട്ട് താഴെ ഇങ്ങനെ ട്രേഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എൻട്രി എടുക്കണ്ട. അതിന് പകരം ഈ 1838 എന്നുള്ള പ്രൈസ് റേഞ്ച്, അതായത് ഈ ഡോജി ഫോം ചെയ്തിട്ടുള്ള ആ ഒരു പ്രൈസ് റേഞ്ചിൻ്റെ മുകളിൽ സ്റ്റോക്ക് ട്രേഡ് ചെയ്യുമ്പോഴാണ് എൻട്രി എടുക്കേണ്ടത്. അങ്ങനെ എൻട്രി എടുക്കുന്ന സമയത്ത് നല്ല മൂവ്മെൻറ്റ് തരാനുള്ള ചാൻസ് ഉണ്ട്. ഇനി ഇതിൽ ഈ പറഞ്ഞ പോലെ തന്നെ സ്റ്റോപ്പ് ലോസ് ടാർഗറ്റ് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ കറൻ്റ് ഇങ്ങനെ ഒരു റെഡ് ക്യാൻഡിൽ ഉണ്ടായതുകൊണ്ട് നമുക്ക് ചെറിയ സ്റ്റോപ്പ് ലോസ് വെക്കേണ്ട ആവശ്യം ഉണ്ടാവുള്ളൂ. ഏകദേശം ഒരു 7 to 8% ഒക്കെ സ്റ്റോപ്പ് ലോസ് വെച്ചാൽ മതി ഈ സ്റ്റോക്കിൽ. ഓൾറെഡി നമുക്കൊരു ഡൗൺ സൈഡ് തന്നുകൊണ്ട് വലിയ റിസ്ക് എടുക്കേണ്ട ആവശ്യമില്ല. ഒരു 8 to മാക്സിമം ഒരു 9% വരെയൊക്കെ കുറച്ചുകൂടെ സേഫ് എന്നുള്ള രീതിയിൽ ഒരു 9 അല്ലെങ്കിൽ ഒരു 9% വരെയൊക്കെ നമുക്ക് സ്റ്റോപ്പ് ലോസ് കീപ്പ് ചെയ്യാൻ പറ്റും. ഇനി ഇതിൽ ടാർഗറ്റ് വരുന്നത് 20% ടാർഗറ്റും നിങ്ങൾക്ക് വെക്കാൻ പറ്റും. ഒരു 15 to 20% ടാർഗറ്റും ഇതിൽ ഓൾമോസ്റ്റ് വെക്കാൻ വേണ്ടി പറ്റും. 2200, 2150, 2200 എന്നുള്ള ഒരു പ്രൈസ് റേഞ്ചിലേക്കുള്ള ഒരു മൂവ്മെൻറ്റ് ഇതിൽ എക്സ്പെക്ട് ചെയ്യാം. ഇത് നമ്മൾ ലോങ് ടേമിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലൊരു ഫോർമേഷനാണ്. ചാർട്ട് ബേസ് നോക്കുന്ന സമയത്ത് വളരെ നല്ലൊരു ഫോർമേഷനാണ്, നല്ലൊരു സ്റ്റോക്കാണ്. ഇതും ഞാൻ പറയുന്നതിൽ റിസ്ക് കുറവുള്ള സ്റ്റോക്കാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പറഞ്ഞ SHKയും റിസ്ക് കുറവാണ്, BDLും റിസ്ക് കുറവാണ്. ഇനി മൂന്നാമത്തെ സ്റ്റോക്കിലേക്ക് നമ്മൾ പോവുകയാണ്. മൂന്നാമത്തെ സ്റ്റോക്ക് മെയിൻ റീസൺ എന്ന് പറയുന്നത്, ഈ മൂന്നാമത്തെ സ്റ്റോക്കിൻ്റെ പ്രത്യേകത, ഇതിൻ്റെ ചാർട്ട് നോക്കുമ്പോൾ നമ്മൾ ടാറ്റ മോട്ടോഴ്സിൻ്റെയും അതുപോലെ തന്നെ ഈ സൊമാറ്റോയുടെ ഒക്കെ സ്റ്റോക്ക് പോലെയാണ്. സ്ലോ ആയിട്ട് അങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. ഇത് ഒരുപാട് കാലം ഇതിൽ സെല്ലിങ് അല്ലെങ്കിൽ കുറച്ച് കൂടുതൽ ടൈമൊന്നും സെല്ലിങ്ങിൽ സ്പെൻഡ് ചെയ്യുന്നില്ല. നമ്മൾ ഏതൊരു സ്റ്റോക്ക് നോക്കിക്കഴിഞ്ഞാലും കുറച്ച് കാലം ബൈങ് ആയിരിക്കും, പിന്നെ കുറച്ച് കാലം അങ്ങനെ ഒരു ഡൗൺ ഉണ്ടാവും, പിന്നെ കുറച്ച് കാലം ബൈങ്, അങ്ങനെയൊക്കെയാണ് പോവുക. പക്ഷേ ഈ സ്റ്റോക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, വളരെ കുറച്ച് സമയം മാത്രമേ കൺസോൾഡേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ സെല്ലിംഗ് ഒരു റീട്രേസ്മെൻറ്റ് തരുന്നുള്ളൂ. അപ്പോഴേക്ക് അപ് ട്രെൻഡ് വരും, റീട്രേസ്മെൻറ്റ് വരും, അപ് ട്രെൻഡ്. ഇത്തരത്തിലുള്ള സ്റ്റോക്ക് വളരെയധികം സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്കുകളായിരിക്കും. പക്ഷേ ഒരു പോയിന്റിൽ നിന്ന് ഇത് ഡൗൺ സൈഡിലേക്ക് വരും. പക്ഷേ അത്തരത്തിലൊരു പോയിന്റാണ് ഇത് എന്നുള്ളതാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഇവിടെ വന്നൊരു ഡൗൺ നോക്കുമ്പോൾ നമ്മൾ കമ്പാരിറ്റീവ്ലി നോക്കുന്ന സമയത്ത് കുറച്ച് റീസെൻ്റ്ലി നടന്നിട്ടുള്ള സെല്ലിംഗ് ഒക്കെ നോക്കുന്നത് കുറച്ചുകൂടെ വലിയൊരു സെല്ലിംഗ് ആയിരുന്നു. അപ്പോൾ ഇതൊരു വലിയ ഡൗൺ ട്രെൻഡിലേക്ക് പോകാനുള്ളൊരു സെല്ലിംഗ് ആണെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ഇവിടെ വീണ്ടും നമുക്കൊരു ബ്രേക്ക് ഔട്ട് കിട്ടിയിട്ട് വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ക്യാൻഡിൽ, വളരെ ബിഗ് വോളിയത്തിൽ തന്നെ ഒരു ക്യാൻഡിൽ ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം ഉണ്ടായ പിറ്റേ ദിവസവും നമുക്കൊരു ബുള്ളിഷ്നെസ് തന്നെയാണ് കിട്ടിയത്. പ്രത്യേകിച്ച് അന്ന് മാർക്കറ്റിൽ ഓവറോൾ സെല്ലിംഗ് നടക്കുമ്പോഴും ഇവിടെ നമുക്കൊരു ബുള്ളിഷ്നെസ് കിട്ടി എന്നുള്ളത് ഒരു പോസിറ്റീവായിട്ട് എടുക്കാം. അപ്പോൾ ഇത് മൂന്നാമത്തെ സ്റ്റോക്കാണ്. ഇതും ഈ പറഞ്ഞ പോലെ തന്നെ
സേഫ് ആയിട്ടുള്ള റിസ്ക് കുറവുള്ള സ്റ്റോക്കാണ്. അപ്പോൾ നമ്മൾ SHK പറഞ്ഞു, അത് ഞാൻ ക്ലോസ് ചെയ്യാണ്. പിന്നെ BDL പറഞ്ഞു, അതും ക്ലോസ് ചെയ്യാണ്. പിന്നെ അനന്ത്രാജ് എന്ന് പറയുന്ന സ്റ്റോക്കാണ്. ഓക്കെ, ഇതിൻ്റെ കോട്ട് വലുതായിട്ട് ഇവിടെ ഉണ്ടായതുകൊണ്ടാണ് അതിൻ്റെ പേര് ഞാൻ പറയാത്തത്. അപ്പോൾ ഇതാണ് മൂന്നാമത്തെ സ്റ്റോക്ക്. ഇതിൽ സ്റ്റോപ്പ് ലോസ് വരേണ്ടത് ഓൾമോസ്റ്റ് ഇതിലും ഈ പറഞ്ഞ പോലെ തന്നെ ചെറിയ സ്റ്റോപ്പ് ലോസിൻ്റെ ആവശ്യമുള്ളൂ. ഓൾമോസ്റ്റ് 9% ഒക്കെ സ്റ്റോപ്പ് ലോസ് വെച്ചാൽ മതി. 8 to 9% സ്റ്റോപ്പ് ലോസ് വെച്ചാൽ മതി. ടാർഗറ്റ് നമുക്കൊരു 15 to 20% ടാർഗറ്റും വെക്കാൻ വേണ്ടി പറ്റും. 15 to 20% എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് ഒരു 400 ലെവൽ ഒക്കെ എക്സ്പെക്റ്റ് ചെയ്യാം. 400ൻ്റെ മുകളിലേക്ക് എത്തുമ്പോഴേക്ക് നിങ്ങൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടി തുടങ്ങാം. ഇതും റിസ്ക് കുറവുള്ള സ്റ്റോക്കാണ്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത സ്റ്റോക്കിലേക്ക് പോരുന്നത് മോത്തിലാൽ ഓസ്വാൾ എന്നായിരിക്കും. എനിവേ, ഇതാണ് സ്റ്റോക്കിൻ്റെ കോട്ട് വരുന്നത്. ഇപ്പം ഇവിടെ ഞാൻ എഴുതിയിട്ടുണ്ട് MOTILALOFS. ഓക്കെ, സോ ഈ സ്റ്റോക്ക് ഡോജി, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡോജി ഫോർമേഷനാണ്. ഇതൊരു ഷോർട്ട് ടേമിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു പാറ്റേൺ ബേസ്ഡ് ആയിട്ടാണ് ഈ സ്റ്റോക്ക് എനിക്ക് നല്ലതായിട്ട് തോന്നിയിട്ടുള്ളത്. അതായത് ഈ ഒരു ഫോർമേഷൻ, ഇത്രയും ടൈം പീരീഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻട്രാഡൊക്കെ ട്രേഡ് ചെയ്യുന്ന ആളുകൾക്ക് മനസ്സിലാവും ഇത്തരത്തിലൊരു ഫോർമേഷൻ. അതായത് ഒരു സ്റ്റോക്ക് ബിഗ് ഡോജി വെച്ചിട്ട് ഒരു നല്ലൊരു ഡോജ് ഉള്ളൊരു ക്യാൻഡിൽ ഫോം ആവുക വിത്ത് വോളിയം. പക്ഷെ പിന്നീട് വരുന്ന ക്യാൻഡിലൊക്കെ നമ്മൾ പിന്നീട് എക്സ്പെക്ട് ചെയ്യുക സെല്ലിംഗ് ആയിരിക്കും. ഡോജി വന്നു കഴിഞ്ഞാൽ സെല്ലിംഗ് ആണല്ലോ എക്സ്പെക്ട് ചെയ്യുക. പക്ഷെ പിന്നീട് വരുന്ന ക്യാൻഡിൽസ് ഒക്കെ ആ ഡോജിയുടെ ആ ഒരു സൈഡിൽ, അതായത് ആ ഒരു റിജക്ഷൻ കിട്ടിയ പോയിന്റിൽ തന്നെ കൺസോൾഡേറ്റ് ചെയ്യുന്നു. പിന്നീട് നല്ലൊരു ക്യാൻഡിൽ വരുന്നു. ഇത് വളരെ നല്ലൊരു ഇൻഡിക്കേഷനാണ്, ഒരു അപ് ട്രെൻഡിലേക്കുള്ളൊരു നല്ലൊരു ഇൻഡിക്കേഷനാണ്. പിറ്റേ ദിവസം ഈ പറഞ്ഞ പോലെ തന്നെ വെള്ളിയാഴ്ച നമുക്കൊരു റെഡ് ക്യാൻഡിൽ കിട്ടിയിട്ടുണ്ടെങ്കിലും അത്രത്തോളം നെഗറ്റീവായിട്ടുള്ളൊരു ഗ്രീൻ ക്യാൻഡിലല്ല. വോളിയം കുറവായിരുന്നു, അതുപോലെ തന്നെ ഒരു റിജക്ഷനും കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ഡോജിയുടെ ആ ഒരു സ്ഥലത്ത് നിന്ന് ഒരു റിജക്ഷൻ കിട്ടിയിട്ടുണ്ട്. അതൊക്കെ ഒരു ബുള്ളിഷ്നെസ് ആണ്. പിന്നെ മൊത്തത്തിൽ നോക്കുമ്പോൾ ഇതും ഈ പറഞ്ഞ പോലെ തന്നെ ബുള്ളിഷാണ്. അത് മാത്രമല്ല ലോങ് ടേമിലും ഈ സ്റ്റോക്ക് വളരെ നല്ലൊരു ഈ പറഞ്ഞ പോലെ ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ട്, അതൊക്കെ ബ്രേക്ക് ചെയ്തിട്ടൊക്കെയാണ് നിൽക്കുന്നത്. അതായത് മൊത്തത്തിൽ ഒരു ബുള്ളിഷ് മൊമെൻറ്റം കീപ്പ് ചെയ്യുന്ന ഒരു സ്റ്റോക്കാണിത്. അത്തരത്തിലുള്ളൊരു ബുള്ളിഷ് മൊമെൻറ്റം കീപ്പ് ചെയ്യുന്നു. അതിൻ്റെ കൂടെ തന്നെ ഇത്തരത്തിലുള്ളൊരു ഫോർമേഷൻ, റീസെൻ്റ്ലി ഇത്തരത്തിലൊരു ഫോർമേഷൻ വന്നതും കൂടെയാണ് ഈ സ്റ്റോക്കിൽ ട്രേഡ് എടുക്കാനുള്ളൊരു കാരണം. ഇതിൽ ഇനി സ്റ്റോപ്പ് ലോസ് വരേണ്ടത് ഓൾമോസ്റ്റ് ഈ പോയിന്റിലാണ് ട്രേഡ് നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ 9% സ്റ്റോപ്പ് ലോസ് ആണ്. അതായത് ഈ ഒരു ഡോജി കാരണമാണല്ലോ നമ്മൾ എൻട്രി എടുത്തത്. ഈ ഡോജി ഫോർമേഷൻ്റെ അവിടെ ഈ പറഞ്ഞ പോലെ തന്നെ നല്ല ആക്ടിവിറ്റി നടക്കുന്നുണ്ട്, അവിടുന്ന് ബൈങ് നടക്കും എന്നുള്ളൊരു എക്സ്പെക്റ്റേഷനിലാണല്ലോ നമ്മൾ ട്രേഡ് എടുത്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ലെവലിൻ്റെ താഴെ സ്റ്റോപ്പ് ലോസ് കീപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് ഓൾമോസ്റ്റ് 1700 താഴെ സ്റ്റോപ്പ് ലോസ് വെക്കുക. ടാർഗറ്റ് വരേണ്ടത് ഓൾമോസ്റ്റ് 15 to 20%. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു 15 to 20% നമുക്ക് ടാർഗറ്റ് ഇടാം. 2168 എന്നുള്ള പോയിന്റിൽ ടാർഗറ്റ് ഇടാം. ഇതും സേഫ് ആയിട്ടുള്ള സ്റ്റോക്കാണ്. 4ാമത്തെ സ്റ്റോക്ക് വരെ സേഫ് ആയിട്ടുള്ള സ്റ്റോക്കാണ്, കുഴപ്പമില്ലാത്ത സ്റ്റോക്ക് തന്നെയാണ്. ഓക്കെ, അപ്പം ആ സ്റ്റോക്ക് കഴിഞ്ഞു. ഇനി 5ാമത്തെ സ്റ്റോക്ക് യാഥാർത്ഥ എന്ന് പറയുന്ന സ്റ്റോക്കാണ്. ഈ സ്റ്റോക്കിൻ്റെ പേര് ഞാനിവിടെ വലുതായിട്ട് കാണുന്നുണ്ട്. എനിവേ, ഓക്കെ, ഇനി നിങ്ങൾക്ക് കാണാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാനത് ഓക്കെ. യാഥാർത്ഥ്യം എന്ന് പറയുന്ന സ്റ്റോക്കാണ്. ഈ സ്റ്റോക്ക് സെലക്ട് ചെയ്യാനുള്ള കാരണം, ഒന്നാമത്തെ കാരണം ഞാൻ പലപ്പോഴും പറയുന്ന പോലെ തന്നെ ഈ എന്താ പറയുക, റീസെൻ്റ്ലി ഐ പി ഒ കഴിഞ്ഞിട്ടുള്ള സ്റ്റോക്കിൽപ്പെട്ടതാണിത്. ഇത് റീസെൻ്റ്ലി IPO കഴിഞ്ഞു, വളരെ ബുള്ളിഷ് ആയിട്ടുള്ളൊരു മൂവ്മെൻറ്റ് തന്നു. എന്നിട്ട് ഈ ഒരു റേഞ്ചിലേക്ക് കയറി. ഞാനിപ്പോൾ വരച്ചിട്ടുള്ള ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിലേക്ക് ഈ സ്റ്റോക്ക് കയറി. ഒരുപാട് കാലം ഈ സ്റ്റോക്ക് ഈ റേഞ്ചിൻ്റെ ഉള്ളിൽ അങ്ങനെ കൺസോൾഡേറ്റ് ചെയ്ത് നിന്ന് ഇന്നലെ ഏറ്റവും അവസാനത്തെ വിത്ത് വോളിയം ഒരു റേഞ്ച് ബ്രേക്ക് ഔട്ട് നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ബ്രേക്ക് ഔട്ട് സ്റ്റോക്കാണ്, റേഞ്ച് ബ്രേക്ക് ഔട്ട് നടന്നൊരു സ്റ്റോക്കാണ്. ഇനി ബ്രേക്ക് ഔട്ട് ഓൾമോസ്റ്റ് കൺഫേം ആണെന്ന് പറയാൻ കാരണം, ഇപ്പം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, ഒരുപാട് കാലം താഴോട്ട് കൺസോൾഡേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്ന ഒരു സ്റ്റോക്കിൽ ഇത്തരത്തിലൊരു ബൈയിങ് വരിക എന്ന് പറയുന്നത് വളരെ നല്ലൊരു ഇൻഡിക്കേഷനാണ്. അത് മാത്രമല്ല, ഇപ്പോൾ ഇവിടെയൊക്കെ നമുക്കൊരു ബൈയിങ് കണ്ടിട്ടുണ്ടെങ്കിലും അതൊന്നും അത്ര സസ്റ്റൈനബിൾ ആയിട്ടുള്ള വോളിയം കണ്ടിട്ടില്ല അവിടെയൊന്നും. ഇപ്പോൾ ഇവിടെ നമുക്ക് ബൈയിങ് നടന്നു, പക്ഷേ അവിടെ ഒന്നും സസ്റ്റൈനബിൾ ആയിട്ടുള്ള വോളിയില്ല. പക്ഷേ ഇവിടെ കണ്ടോ, ഇവിടെ 4 ക്യാൻഡിൽ ക്രിയേറ്റ് ചെയ്ത് 4ലും നല്ല വോളിയം ഉണ്ട്, കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് വോളിയം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊരു ആക്ടിവിറ്റീനെ എന്താ പറയുക ഇൻഡിക്കേറ്റ് ചെയ്യുന്നൊരു സംഭവമാണ്, ഇവിടെ ഒരു ആക്ടിവിറ്റി നടന്നിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും പ്രൈസ് അപ്പിലേക്ക് പോയതുകൊണ്ട് തന്നെ ഒരു ബൈയിങ് ആക്ടിവിറ്റി എന്നുള്ള രീതിയിൽ നമുക്ക് കണക്കാക്കാം.
എന്താണെങ്കിലും ചിലപ്പം ഈ സ്റ്റോക്ക് ഇപ്പോൾ പറയുന്ന സ്റ്റോക്ക് ഒരു ആവറേജ് ലെവലിലുള്ള സ്റ്റോക്കാണ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഷെയർ ചെയ്ത 4 സ്റ്റോക്കുകളും സേഫ് ആയിട്ടുള്ള സ്റ്റോക്കാണ്. ഇനി ഞാൻ പറയാൻ പോകുന്നത് കുറച്ച് ആവറേജ് റിസ്ക് ഉള്ളതാണ്. നല്ല റിസ്ക് ഉള്ളതല്ല, ആവറേജ് റിസ്ക് ഉള്ള സ്റ്റോക്കാണ് ഈ യാഥാർത്ഥ്യം എന്ന് പറയുന്ന സ്റ്റോക്ക്. ഇത് റിസ്ക് ഉണ്ട് പറയാൻ കാരണം ഈ സ്റ്റോക്ക് ഇത്രയും അപ് ട്രെൻഡ് നടത്തിയതുകൊണ്ട് തന്നെ ചിലപ്പോൾ ചെറിയൊരു റീട്രേസ്മെൻറ്റ് തന്നേക്കാം. ഒരു റീട്രേസ്മെൻറ്റ് തന്നിട്ടായിരിക്കും ചിലപ്പോൾ അപ്പ് മൂവ്മെൻറ്റ് നടക്കുന്നത്. പക്ഷേ ഇത് മൂവ് ചെയ്യുന്നത് വളരെ വലിയ റിട്ടേൺസ് കിട്ടാനുള്ള ചാൻസ് ഉള്ള ഒരു പൊട്ടൻഷ്യൽ ഉണ്ട് ഈ സ്റ്റോക്കിന്. അപ്പോൾ അതുകൊണ്ട് ഇതിൽ ഞാൻ എങ്ങനെയും 30% റിട്ടേൺസ് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, 25 to 30% റിട്ടേൺസ് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സ്റ്റോപ്പ് ലോസും നമുക്ക് കുറച്ച് താത്തിടാം. കാരണം ചിലപ്പോൾ ഒരു റീട്രേസ്മെൻറ്റ്, ഞാൻ പറഞ്ഞില്ല നേരത്തെ പറഞ്ഞ റീട്രേസ്മെൻറ്റ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് ഒരു 15% സ്റ്റോപ്പ് ലോസും 30% ടാർഗറ്റുമാണ് ഞാൻ ഈ സ്റ്റോക്കിൽ പറയുന്നത്. 15% എന്ന് പറയുമ്പോൾ ഞാൻ ഇപ്പോൾ റീസെൻ്റ്ലി നടന്നിട്ടുള്ള ഈ ഒരു ഈ വോളിയം വെച്ചിട്ടുള്ള ഈ ബൈയിങ്ങിൻ്റെ താഴെ വരെ നമുക്ക് സ്റ്റോപ്പ് ലോസ് വെക്കാം. താഴെ വരെ പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വെയിറ്റ് ചെയ്യാം. അതിൻ്റെ താഴോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ എക്സിറ്റ് ചെയ്ത് ഒഴിവാക്കുക എന്നുള്ളതാണ് നമ്മുടെ ടാസ്ക്. പക്ഷേ ഇതിൽ ഞാൻ പറഞ്ഞല്ലോ വലിയ നമുക്ക് എക്സ്പെക്റ്റേഷൻ ഉണ്ട്. 30% വരെയൊക്കെ കിട്ടിയാൽ 30% വരെയൊക്കെ പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ ഇതൊരു ആവറേജ് റിസ്ക് ഉള്ള സ്റ്റോക്കാണ്. അതുകൊണ്ട് തന്നെ 30% ഇതിന് ടാർഗറ്റ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി അഞ്ചാമത്തെ സ്റ്റോക്ക്, ആറാമത്തെ സ്റ്റോക്കാണെന്ന് തോന്നുന്നു അല്ലേ? ഓക്കെ, ആറാമത്തെ സ്റ്റോക്കായിരിക്കും. അപ്പം കൈനസ് എന്ന് പറയുന്ന സ്റ്റോക്കാണ്. ഈ സ്റ്റോക്കിൻ്റെ പേര് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് KAYNES എന്നുള്ളതാണ്. ഈ സ്റ്റോക്കും കുറച്ച് റിസ്കി ആയിട്ടുള്ള സ്റ്റോക്കാണ്. പക്ഷേ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ നല്ല മൂവ്മെൻറ്റ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഇതിൽ റിസ്ക് ഉണ്ട് എന്ന് പറയാൻ കാരണം ഇത് കുറച്ച് റിസ്ക് ഉള്ള സ്റ്റോക്കാണ്. ഇതിൽ റിസ്ക് ഉണ്ടെന്ന് പറയാൻ കാരണം ഇവിടെ നമുക്ക് ഏറ്റവും അവസാനം ഉള്ള പ്രൈസ് ആക്ഷൻ അത്ര ബുള്ളിഷ് ആയിട്ടൊരു പ്രൈസ് ആക്ഷൻ അല്ല. പക്ഷേ എന്നിട്ട് ഞാൻ പിന്നെ എന്തുകൊണ്ട് ഇത് സെലക്ട് ചെയ്തു അല്ലെങ്കിൽ റെക്കമെൻഡ് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൽ നമ്മൾ വളരെ ഏർലി എൻട്രി ആയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഈ സ്റ്റോക്ക് എടുക്കാനുള്ള കാരണം. ഇപ്പം നമുക്ക് വേണമെങ്കിൽ ഒരു ബ്രേക്ക് ഔട്ട് കഴിഞ്ഞിട്ട് ഈ സ്റ്റോക്ക് എടുക്കാം. ഓക്കെ, ഒരു വലിയ ഒരു ക്യാൻഡിൽ വന്നതിന് ശേഷം ഞാൻ എൻട്രി ചെയ്യുള്ളൂ, ഒന്നുകൂടെ സേഫായിട്ട് എൻട്രി ചെയ്യുള്ളൂ എന്നുള്ള രീതിയിൽ നമുക്ക് വേണമെങ്കിൽ ഡിസിഷൻ എടുക്കാം. പക്ഷേ ഇപ്പോഴന്നെ എൻട്രി ചെയ്ത് കഴിഞ്ഞുള്ള ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു ക്യാൻഡിലും നമുക്ക് കിട്ടും, അതിന് ശേഷം ക്രിയേറ്റ് ആകാൻ പോകുന്ന ക്യാൻഡിലൊക്കെ കിട്ടും. അതായത് അത്യാവശ്യം വലിയ റിട്ടേൺസ് കിട്ടും ഇപ്പം തന്നെ എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ. അതല്ല ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് മൂവ്മെൻറ്റ് ഉണ്ട് എന്ന് അറിഞ്ഞതിന് ശേഷം മാത്രം കയറുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഇപ്പോൾ കിട്ടാൻ പോകുന്ന അത്ര റിട്ടേൺസ് കിട്ടണമെന്നില്ല. അതുപോലെ തന്നെ നമുക്ക് സ്റ്റോപ്പ് ലോസും കുറച്ച് താത്തി വെക്കേണ്ടി വരും. ഇപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും അതാണ് ഈ ഒരു സ്റ്റോക്കിൻ്റെ പ്രത്യേകത. ഇത് ബ്രേക്ക് ഔട്ട് നടന്നിട്ടില്ല, അതിന് മുൻപുള്ള സ്റ്റോക്കാണ്. പിന്നെ ഇതിൻ്റെ ഒരു പ്രൈസ് ആക്ഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഇവിടെ നടന്നിട്ടുള്ള ഡോജി ആ ഒരു ലെവലിൽ തന്നെയാണ് ഈ സ്റ്റോക്ക് കൺട്രോളേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ മേ ബി ചിലപ്പോൾ ഡൗൺ സൈഡിലേക്കൊന്ന് പോവാം. അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ നമ്മൾ കൃത്യമായിട്ടുള്ള സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് അത് പ്രിവെൻറ്റ് ചെയ്യുക. അതല്ലാന്നുണ്ടെങ്കിൽ അപ് ട്രെൻഡിലേക്കാണെന്നുണ്ടെങ്കിൽ നല്ല റിട്ടേൺസ് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ വെക്കേണ്ട സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് നമുക്കൊരു 15% സ്റ്റോപ്പ് ലോസ് ആണ്. 2440 സ്റ്റോപ്പ് ലോസ് വെക്കണം. ടാർഗറ്റ് ഈ പറഞ്ഞ പോലെ തന്നെ 30% ടാർഗറ്റും നമുക്ക് ഇടാൻ വേണ്ടി പറ്റും. അപ്പം ഇതാണ് കൈനീസ് എന്ന് പറയുന്ന സ്റ്റോക്ക്. ഇതും ഒരു ചെറിയ റിസ്ക് ഉള്ളതാണ്. അതിനനുസരിച്ചിട്ടുള്ള ക്യാപിറ്റൽ നിങ്ങൾ അലോക്കേറ്റ് ചെയ്യുക. ഇനി ഏഴാമത്തെ സ്റ്റോക്കിൻ്റെ പേര് JRW RHI ടെക് എന്ന് പറയുന്ന സ്റ്റോക്കാണ്. ഓക്കെ, അതിൻ്റെ സ്പെല്ലിംഗ് വായിച്ചു തരാം. JRW RHITECK. ഓക്കെ, അപ്പം ഈ സ്റ്റോക്കിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ ഈ സ്റ്റോക്കിൽ ഉള്ള ഓവറോൾ പാറ്റേൺ എന്ന് പറയുന്നത്, അതായത് ഇപ്പം ഈ ഒരു പോയിന്റിൽ നിന്ന് നമ്മൾ ബൈ ട്രെൻഡിലേക്ക് വന്നതിന് ശേഷം വളരെ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള കൺസോളേഷൻ കഴിഞ്ഞ് ഒരു നല്ലൊരു ക്യാൻഡിൽ ക്രിയേറ്റ് ആയി, പിന്നീടും കുറേ കൺസോൾട്ടേഷൻ കാണുന്നു, വീണ്ടും നല്ലൊരു ക്യാൻഡിൽ ക്രിയേറ്റ് ആയി. അപ്പം ഇനി അടുത്ത് ചിലപ്പം കുറച്ചൊരു കൺസോൾട്ടേഷൻ വന്നിട്ട് ബിഗ് അപ്പ് മൂവ്മെൻ്റ് ആയിരിക്കും. അതായത് ഓൾറെഡി ഇവിടെ മൊമെൻറ്റം ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു വലിയ കൺസോൾട്ടേഷൻ കഴിഞ്ഞതിന് ശേഷം ആദ്യം ചെറിയ മൊമെൻറ്റം കിട്ടി, രണ്ടാമത് അതിലും വലിയ മൊമെൻറ്റം കിട്ടി, ഇനി മൂന്നാമതായിട്ട് ചിലപ്പം വളരെ വലിയ മൂവ്മെൻ്റ് ആയിരിക്കും. അപ്പം അത്തരത്തിലൊരു വലിയ മൂവ്മെൻ്റാണ് നമ്മൾ ഇതിൽ എക്സ്പെക്ട് ചെയ്യുന്നത്. ഇതും ചെറിയ റിസ്ക് ഉള്ള സ്റ്റോക്കാണ്. ഞാൻ ആദ്യം പറഞ്ഞ 4 സ്റ്റോക്കും റിസ്ക് ഇല്ലാത്തതാണ്. കഴിഞ്ഞിട്ടുള്ള സ്റ്റോക്കുകളൊക്കെ 5ാമത്തെ സ്റ്റോക്കും 6ാമത്തും ചെറിയ റിസ്ക് ഉണ്ട്. 7ാമത്തെ ഈ സ്റ്റോക്ക് അത്യാവശ്യം നല്ല റിസ്ക് ഉണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ തന്നെ വലിയ റിട്ടേൺസിനുള്ള പോസിബിലിറ്റി ഉണ്ട് ഈ ഇത്തരത്തിലുള്ള സ്റ്റോക്കിൽ.
അപ്പം ഞാനിപ്പോൾ റിസ്ക് ഉണ്ടെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ആ സ്റ്റോക്ക് ഒഴിവാക്കരുത് ഒരിക്കലും. ചെറിയ ഫണ്ടെങ്കിലും ഇടുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ചിലപ്പോൾ ഞാൻ റിസ്ക് എന്ന് പറഞ്ഞ സ്റ്റോക്കുകളായിരിക്കും ചിലപ്പം ഈ വീക്കെൻഡിന് വളരെ നല്ല പെർഫോമൻസ് ഒക്കെ വെക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ക്യാപിറ്റൽ അതിനനുസരിച്ചിട്ട് അലോക്കേറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനി ഇതിൽ സ്റ്റോപ്പ് ലോസ് വരേണ്ടത് ഓൾമോസ്റ്റ് ഇവിടുന്ന് സ്റ്റോപ്പ് ലോസ് എന്ന് പറയുമ്പോൾ ഈ ക്യാൻഡലിൻ്റെ ഇതും ഓൾമോസ്റ്റ് ഒരു 15% സ്റ്റോപ്പ് ലോസ് വെച്ചാൽ മതി. വലിയ സ്റ്റോപ്പ് ലോസ് ഒന്നും വെക്കണ്ട. 15% സ്റ്റോപ്പ് ലോസ് വെക്കുക. ടാർഗറ്റ് നമുക്ക് 30% പ്ലസ് ഇടാം. 30 അബവ് ഒക്കെ ചിലപ്പോൾ പോകും, 30% അബവ് ഒക്കെ പോകും. എന്നാണെങ്കിൽ 15% സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് ഈ സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുക. ഈ പറഞ്ഞ പോലെ തന്നെ ഇതിൽ നമുക്ക് കൺസോൾട്ടേഷൻ കിട്ടിയിട്ട് വലിയൊരു ക്യാൻഡിൽ ക്രിയേറ്റ് ആയി. പിന്നെ അടുത്ത കൺസോൾട്ടേഷൻ കൊണ്ട് അടുത്ത അപ്പ് മൂവ്മെൻ്റ് ആയിരിക്കും പോകാൻ പോകുന്നത്. എന്താണെങ്കിലും ഹോൾഡ് ചെയ്യുക. സ്റ്റോപ്പ് ലോസ് ഞാൻ പറഞ്ഞ പോലെ 15% സ്റ്റോപ്പ് ലോസ്, ടാർഗറ്റ് 30%. സോ ഇനി നമ്മുടെ അവസാനത്തെ സ്റ്റോക്ക്. ഈ സ്റ്റോക്കിൽ ഒരു പ്രത്യേകതയും കൂടിയുണ്ട്. NRL എന്ന് പറയുന്ന സ്റ്റോക്കാണ്. ഇതിൽ റിസൾട്ട് ഉണ്ട്. ഞാൻ മുൻപ് ഇസാഫ് എന്ന് പറയുന്ന സ്റ്റോക്ക് ചെയ്ത സമയത്ത് അതിൽ റിസൾട്ടിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അത് സൂചിപ്പിക്കാൻ വേണ്ടി മറന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് റിസൾട്ട് വന്നപ്പോൾ വളരെ മോശം റിസൾട്ട് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്നപ്പോൾ നമുക്കത് പെട്ടെന്ന് തന്നെ ഡൗൺ സൈഡിലേക്ക് പോയി. അപ്പം അത്തരത്തിലൊരു റിസ്ക് ഉള്ളൊരു സ്റ്റോക്കാണ് NRL എന്ന് പറയുന്ന സ്റ്റോക്ക്. പക്ഷേ ഇത് കിട്ടിക്കഴിഞ്ഞാൽ വളരെ നല്ല റിട്ടേൺസ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് റിസൾട്ട് ഉണ്ടായിട്ട് ഞാനത് ഒഴിവാക്കാത്തത്. കിട്ടിക്കഴിഞ്ഞാൽ നല്ല കിട്ടൽ കിട്ടും. കാരണം ഈ സ്റ്റോക്ക് നിൽക്കുന്നത് ഈ സെല്ലിങ് കഴിഞ്ഞ് അതിൻ്റെ ബിഗിനിങ് സ്റ്റേജിലാണ് നിൽക്കുന്നത്. അത് റിവേഴ്സലിൻ്റെ ബിഗിനിങ് സ്റ്റേജിലാണ്. അപ്പോൾ നമുക്ക് വളരെ എങ്ങനെ പോയാലും ഈ സ്റ്റോക്ക് പെർഫോം ചെയ്യുന്നുണ്ടെങ്കിൽ എങ്ങനെ പോയാലും ഈ ഒരു ഹൈ ടച്ച് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഈ ഹൈ എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് 182 വരുന്നത്. അപ്പം 182 വളരെ സിമ്പിളായിട്ട് ടച്ച് ചെയ്യാൻ ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മുകളിലും ഈവൻ അതിൻ്റെ മുകളിലും അതായത് 30%, 34% വരെ ഇതിന് ടാർഗറ്റിൻ്റെ പൊട്ടൻഷ്യൽ ഉണ്ട്. കാരണം ഈ സ്റ്റോക്ക് ഡൗൺ സൈഡിലേക്ക് വന്നിട്ട് റിവേഴ്സ് ചെയ്യുന്ന സ്റ്റോക്കാണ്. അപ്പോൾ നല്ലൊരു റിസൾട്ടും കൂടെ ഈ സ്റ്റോക്ക് തരികയാണെന്നുണ്ടെങ്കിൽ ഷുവറായിട്ടും ഇത് ഈ പറഞ്ഞ പോലെ 182 പോകാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അപ്പോൾ റിസൾട്ടിൻ്റെ ഒരു റിസ്ക് ഉണ്ട്. അത് നിങ്ങൾ എടുക്കാൻ റെഡിയാണെന്നുണ്ടെങ്കിൽ ഈ സ്റ്റോക്ക് നിങ്ങൾക്ക് ബൈ ചെയ്യാം. ബൈ ചെയ്ത് റിസൾട്ട് ഗുഡ് ആണെന്നുണ്ടെങ്കിൽ 34 വരെ പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം റിസൾട്ടിൻ്റെ ഒരു റിസ്ക് ഈ സ്റ്റോക്കിലുണ്ട്. സ്റ്റോക്കിൻ്റെ പ്രൈസ് വരുന്നത് 136 ടാർഗറ്റ് നമുക്ക് 35% വരെ എക്സ്പെക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. സ്റ്റോപ്പ് ലോസ് ഓൾമോസ്റ്റ് 15% ഇട്ടോളൂ. കാരണം റിസൾട്ടൊക്കെ ഉള്ളതായതുകൊണ്ട് തന്നെ ഒരുപാടൊന്നും ഇടണ്ട. ഒരു 14 to 15% സ്റ്റോപ്പ് ലോസും വെച്ചിട്ട് ഹോൾഡ് ചെയ്യാം. സോ ഇതാണ് 8ാമത്തെ സ്റ്റോക്ക് വരുന്നത്. അപ്പോൾ ഞാനിപ്പം ഓൾമോസ്റ്റ് 8 സ്റ്റോക്കുകൾ പറഞ്ഞു. അപ്പോൾ അതിലുള്ള റിസ്ക്കുകൾ പറഞ്ഞു, അതിലെങ്ങനെയാണ് സ്റ്റോപ്പ് ലോസും ടാർഗറ്റ് എങ്ങനെയാണ് വരേണ്ടത്, എന്തൊക്കെ അതിൽ കാര്യങ്ങൾ ചെയ്യേണ്ടത് എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ഫുള്ളായിട്ട് നിങ്ങൾ കണ്ടു എന്ന് ഉറപ്പ് വരുത്തുക. അതിനനുസരിച്ച് മാത്രം ഡിസിഷൻസ് എടുക്കുക. ബാക്കി കാര്യങ്ങൾ ഞാൻ ടെലിഗ്രാമിൽ അപ്ഡേറ്റ് ചെയ്യും. പക്ഷേ ചില സമയത്ത് എനിക്ക് ടെലിഗ്രാമിൽ ആക്റ്റീവ് ആവാനുള്ള ഒരു സമയം കിട്ടാത്ത സിറ്റുവേഷൻസ് വരും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഞാൻ ഈ വീഡിയോയിൽ എങ്ങനെയാണോ പറഞ്ഞത് അതിനനുസരിച്ച് ഡിസിഷൻസ് എടുത്താൽ മതി. ഓക്കെ, സ്റ്റോപ്പ് ലോസ് ടാർഗറ്റ് എന്നുള്ള രീതിയിൽ ഡിസിഷൻസ് എടുക്കാം. റിസൾട്ടുള്ള സ്റ്റോക്ക് NRL റിസൾട്ട് ഉണ്ട്. അപ്പോൾ അത് ചെക്ക് ചെയ്യുക. ഇനി വേറെ സ്റ്റോക്കുകളിലും ചിലപ്പോൾ റിസൾട്ട് വരാനുണ്ടാവാം. അങ്ങനെ ഏതെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ടെലിഗ്രാമിൽ അപ്ഡേറ്റ് ചെയ്യുകയും ചെയ്യാം. സോ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ്.